ഇതാണ് ഇന്ന് തയ്ക്കേണ്ട ഡ്രസ്സ്. ഇതൊരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ലെഹങ്കയാണ്. ഇത് നിറച്ചും കല്ലാണ്, അതുകൊണ്ട് അടിച്ചെടുക്കാൻ ഇച്ചിരി വിഷമമാണ്. പതുക്കെ തയ്ക്കണം. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ തയ്ക്കുന്ന പോലെ ഒന്നും തയ്ക്കാൻ പറ്റുകയില്ല. ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് ഒരു ലെഹങ്ക തയ്ക്കുകയാണ്. ഏതായാലും ഞാൻ തയ്ച്ച് തീർന്നിട്ട് കാണിച്ചു തരാവേ. നിറച്ചും കല്ലാണ്. ഇപ്പോൾ ഏകദേശം ടക്കിട്ട് അരവണ്ണം കറക്റ്റാക്കി. ഒന്ന് ഇതിലെ ഈ രണ്ട് സൈഡും ഒന്ന് കൂട്ടിയടിച്ചാൽ മതി. അപ്പം കട്ട് ചെയ്യാതെ ഞാൻ ഇതാ ഈ സൈഡെല്ലാം ഇങ്ങനെ ഓരോ ടക്കിട്ട് കൊടുത്തിട്ടുണ്ട്, അരവണ്ണത്തിന് കണക്കായിട്ട്. ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡ് അടിച്ചു വെച്ചു. ഇനി നമുക്കിത് ഈ ഭാഗം ഭാഗത്തെ ഈ ടക്ക് കാണാതിരിക്കാൻ നമുക്കിതൊന്ന് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പീസ് വെച്ച് അടിച്ചു കൊടുക്കണം. ഇതാ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോടെ ഒരു വള്ളി അടിച്ചിടാം. അപ്പോൾ വള്ളി ഇടുമ്പം നമ്മുടെ അരവണ്ണത്തിൻ്റെ കണക്കാക്കിയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ സൈഡ് കൂട്ടിയടിക്കാം. ഇതാണ് ലെഹങ്ക. അരവണ്ണം തീർത്തും കുറവായതുകൊണ്ടാണ് ടക്കിട്ടടിക്കേണ്ടി വന്നത്. ഇരുപത്തഞ്ച് അരവണ്ണേ ഉള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ടക്കൊക്കെ ഇടേണ്ടി വന്നത്. രണ്ട് സൈഡും കൂട്ടിയടിച്ചു. ഇങ്ങനെ പെട്ടെന്ന് ലെഹങ്കയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അരവണ്ണം കുറച്ച് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. കല്ലൊക്കെ ആകുമ്പം വെട്ടി തയ്ക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ടക്ക് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ബ്ലൗസിൻ്റെ പീസ് ഇത് കഴുത്തൊക്കെ ഒത്തിരി വലുതാണ്. മെലിഞ്ഞ ആളായതുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അടിക്കേണ്ടി വരും. ഇതിനി വെട്ടിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. രണ്ട് ഭാഗത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് ബ്ലൗസിൻ്റെ ലൈനിങ് തുണിയാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് അളവിട്ടിട്ട് വെട്ടിയെടുക്കാം.